എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നിവിടെ ലെറ്റേഴ്സ് കുറച്ച് ഭാഗങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് പൂച്ച്താച്ച് കെ പത്ത് എന്ന് പറഞ്ഞാൽ ലെറ്റർ ഫോർ എൻക്വയറി, അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ളൊരു ലെറ്ററാണ്. നമുക്ക് നോക്കാം. പുസ്തകയ്ക്ക് മൂല്യസൂചി മാംഗനെ കെ ലിയെ പത്ത്. നമ്മളിപ്പോൾ ഒരു പുസ്തകത്തിന് ഓർഡർ കൊടുക്കുമ്പോൾ അതിൻ്റെ വില വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ലെറ്ററാണ്. എന്തെങ്കിലും നമ്മൾ ആവശ്യപ്പെടാൻ അല്ലെങ്കിൽ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ലെറ്റർ എഴുതുന്നതിനെയാണ് പൂച്ച്താച്ച് കെ പത്ത് എന്ന് പറയുന്നത്. അതായത് ഇവിടെ സബ്ജക്റ്റ് ഇതാണ്. പുസ്തകയ്ക്ക് മൂല്യസൂചി, അതിൻ്റെ വില വിവരം, അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി മാംഗന മീൻസ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ലെറ്ററാണ്. മൂല്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രൈസ് എന്നും സൂചി എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ റൈറ്റ് സൈഡിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രം അഡ്രസ്സ് ആവാം. അതാണ് ഫ്രം അഡ്രസ്സ്. പ്രഭാത് ബുക്ക് സെല്ലേഴ്സ് 16 MG റോഡ്, കൊച്ചി. ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 25/5/2013. 25 മെയ് 2013. അങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡായിട്ട് ക്രമാങ്ക്, അതിൻ്റെ ഒരു നമ്മുടെ ലെറ്റർ അയക്കുമ്പോൾ നമുക്ക് ഒരു നമ്പർ ഉണ്ടാവും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ടൈപ്പ് ലെറ്ററൊക്കെ അയക്കുമ്പോൾ ചില സംഖ്യകൾ നമ്മൾ കൊടുക്കാറുണ്ട്. അതാണ് ക്രമാങ്ക്. അതുപോലെ 2 സേവാമേ എന്ന് പറഞ്ഞ 2 ആണ്. സർവശ്രീ രാജ്കമൽ പ്രകാശൻ 8 നേതാജി സുഭാഷ് മാർഗ്, നയ് ദില്ലി 2 പ്രിയ. അടുത്തത് സല്യൂട്ടേഷനാണ്. അതാണ് 2 അഡ്രസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നേരെ താഴത്തായിട്ടാണ് പ്രിയ മഹോദയ എന്ന് കൊടുത്തിരിക്കുന്നത്. ഡിയർ റെസ്പെക്റ്റഡ് സാർ എന്നും അതുപോലെ ഡിയർ സാർ. മഹോദയ എന്ന് പറഞ്ഞാൽ സാർ എന്നുള്ള ഒരു അർത്ഥമാണ്. മഹോദയ ആയിരുന്നെങ്കിൽ അവിടെ മേഡം എന്നുള്ള അർത്ഥമായിരിക്കും. അപ്പോൾ ഇവിടെ പ്രിയ മഹോദയ എന്ന് പറഞ്ഞാൽ ഡിയർ സാർ. ആപ്സെ, നമുക്ക് ഇനി സബ്ജക്റ്റിലേക്ക് പോവാം. തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ആപ്സെ സവിനയ് നിവേദൻ है कि आपसे प्रकाशित पुस्तकों की सूची तथा मूल्य हमें भेज दीजिए ताकि हमारे यहाँ भी आपकी पुस्तकों की बिक्री की सुविधा होगी. साथ ही ये भी बताइए कि आप कितने प्रतिशत तक डिस्काउंट दे देंगे. അവസാനമായിട്ട് जवाब की प्रतीक्षा में भवदीय कृते प्रभात बुक सेल्ലേഴ്സ് രാജശേഖർ വ്യവസ്ഥാപക്. നമുക്ക് ഇതിൻ്റെ ഒരു മീനിങ് നോക്കാം. आपसे सविनय निवेदन है कि आपसे प्रकाशित पुस्तकों की सूची तथा मूल्य हमें भेज दीजिए. താങ്കളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, താങ്കൾ പ്രകാശിപ്പിച്ച അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത പുസ്തകങ്ങളുടെ വില വിവരം ഞങ്ങൾക്ക് അയക്കണം. അതായത് അവർ നേരത്തെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ക്രമാങ്ക്, ആ സംഖ്യ, അത് കിട്ടിയതിൻ്റെ നമ്പറാണ്. ആ ലെറ്ററും അന്നത്തെ ആ ഡേറ്റാണ് ഇവിടെ ക്രമാങ്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ബിസിനസ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതിനുള്ള ലെറ്റേഴ്സിന് ഒരു നമ്പർ ഉണ്ടാവും. അതാണ് ഇവിടെ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് തിരിച്ച് ഞങ്ങൾക്ക് അതിൻ്റെ വില വിവരം അയച്ചു തരണമെന്നാണ് പറയുന്നത്. താക്കി ഹമാരെ യഹാ ബി ആപ്കി പുസ്തകവും കി ബിക്രിക്ക് സുവിധ होगी. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾക്ക് ഇവിടെ പുസ്തകങ്ങൾ വിൽക്കണമെങ്കിൽ അതിൻ്റെ വില വിവരം അറിഞ്ഞേ സാധിക്കൂ. അതുകൊണ്ട് അത് സൗകര്യപ്രദമായിരിക്കും എന്നാണ് പറയുന്നത്. സുവിധ എന്ന് പറഞ്ഞാൽ സൗകര്യം. ബിക്രി എന്ന് പറഞ്ഞാൽ അത് വിറ്റയക്കാൻ എന്നുള്ള അർത്ഥമാണ് ബിക്രി. അത് വിൽക്കാനുള്ള, അതാണ് ബിക്രി എന്ന് പറഞ്ഞാൽ വിറ്റയക്കുക. സാത്ത് ये भी बताए कि आप कितने प्रतिशत तक डिस्काउंट दे देंगे. ഇത് കൂടാതെ, ഈ വില വിവരം അതിൻ്റെ ലിസ്റ്റ് കൂടാതെ താങ്കൾ ഇതിൻ്റെ കൂടെ ഇതും അറിയിക്കുക അല്ലെങ്കിൽ പറയണം. എന്തെന്നാൽ आप कितने प्रतिशत तक डिस्काउंट दे देंगे. എത്ര ശതമാനം ഡിസ്കൗണ്ടാണ് കൊടുക്കുക ഈ പുസ്തകത്തിന്. നിങ്ങളിപ്പോൾ പുസ്തകം വാങ്ങി, അവർ ഓൾറെഡി വാങ്ങി, അതിൻ്റെ വില വിവരമാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ അത് പൈസ കൊടുക്കുന്ന സമയത്ത് ഡിസ്കൗണ്ട് എത്ര ആണെന്നും കൂടി നിങ്ങളിത് ഈ ലെറ്ററിൻ്റെ കൂടെ മറുപടിയായിട്ട് അയക്കണം. ജവാബ് കി പ്രതീക്ഷാമേ, അതായത് മറുപടിക്ക് കാത്തിരുന്നു കൊണ്ട്
ഭവതീയ എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത്ഫുള്ളി, കൃതേ പ്രഭാത് ബുക്ക് സെല്ലേഴ്സ് ഫ്രം. ഈ കൃത എന്ന് പറഞ്ഞാൽ ആരാണോ എന്നുള്ള അർത്ഥമാണ്. ഫ്രം കൃതേ പ്രഭാത് ബുക്ക് സെല്ലേഴ്സ് രാജശേഖർ വ്യവസ്ഥാപകത്തിൻ്റെ സ്ഥാപകൻ രാജശേഖർ. അതാണ് അഡ്രസ്. അതാണ് ആരാണോ അയക്കുന്നത് അവരെ അഡ്രസ്സാണ് നമ്മൾ ഫെയ്ത്ത്ഫുള്ളി എന്ന് കൊടുത്തുകൊണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റൈറ്റ് സൈഡിലായിട്ട് ഫ്രം അഡ്രസ്, ലെഫ്റ്റ് സൈഡിൽ ക്രമാങ്കം, അതിൻ്റെ താഴെയായിട്ട് ടു അഡ്രസ്, സല്യൂട്ടേഷൻ, സബ്ജക്റ്റ്. നമ്മൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടുള്ള സബ്ജക്റ്റിലേക്ക് കടക്കുന്നു, കാര്യങ്ങൾ പറയുന്നു, വളരെ ഷോർട്ടായിട്ട് അവസാനിപ്പിക്കുന്നു. ഇതാണ് ആദ്യത്തെ ലെറ്റർ. അടുത്തത് പേജ് നമ്പർ 35. ഇതും അത് പ്രകാരമുള്ള അതുപോലെയുള്ള ഒരു ലെറ്ററാണ്. കപ്പടയ്ക്ക് മൂല്യ സൂചിക്കയിലെ പത്ത്. ഇതും ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. കുറച്ച് ഡ്രസ്സ് ഏതോ ഷോപ്പുകാർ മൊത്ത കച്ചവടമായിട്ട് അല്ലെങ്കിൽ ഹോൾസെയിൽ ആയിട്ട് വാങ്ങിയിട്ടുണ്ടാവാം. അപ്പോൾ അതിൻ്റെ വില വിവരം സൂചിപ്പിച്ചിട്ട് കൊണ്ടുള്ള ലെറ്ററാണ്. അപ്പം അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പോലെ തന്നെ റൈറ്റ് സൈഡിൽ ഫ്രം അഡ്രസ്സാണ്. ഗണപതി ചെട്ടിയാർ ആൻഡ് സൺസ്, താർ का पता BNG बाजार रोड तिरूर जनवरी 9, 2013. താർ का पता എന്ന് പറഞ്ഞാൽ പോസ്റ്റ് അഡ്രസ്സാണ്. ഗണപതി ചെട്ടിയാർ ആൻഡ് സൺസ് എന്നാണ് കമ്പനീൻ്റെ പേര്, അതായത് ഷോപ്പിൻ്റെ പേര്. ആ ഷോപ്പിലേക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വില വിവരം ചോദിക്കുകയാണ്. പത്രസംഖ്യ ലെഫ്റ്റ് സൈഡിൽ പത്രസംഖ്യ കൊടുത്തിട്ടുണ്ട്. അത് മുന്നേ വന്ന പത്രത്തിൻ്റെ നമ്പറാണ്. ടു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. സർവശ്രീ കല്യാൺ സിൽക്സ് മിൽസ്, അതായത് ആ ഡ്രസ്സ് ഉണ്ടാക്കുന്ന മില്ലുകളാണ്. ഡ്രസ്സിൻ്റെ മറ്റൊരു കമ്പനിയാണ്. ഇത് ഷോപ്പായിരിക്കും, ഗണപതി ചെട്ടിയാർ എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽസ് ആയിരിക്കാം. ഇത് മില്ലാണ്. മൈലാപ്പൂർ ചെന്നൈ ആണ് ടു അഡ്രസ്. നമുക്ക് നേരെ സബ്ജക്റ്റിലേക്ക് കിടക്കാം. प्रिय महोदय, डियर सर, हम आपको बड़ी प्रसन्नता से ये सूचित कर रहे हैं कि हम आपके सिल्क कपड़े खरीदना चाहते हैं. ഞങ്ങൾ താങ്കളെ വളരെ സന്തോഷത്തോടു കൂടി ഇത് സൂചിപ്പിക്കാനാണ് ഞങ്ങൾ ഈ കത്ത് എഴുതുന്നത്. എന്താ വെച്ചാൽ ഞങ്ങൾ താങ്കളുടെ സിൽക്ക് കപ്പട, സിൽക്ക് ഡ്രസ് സിൽക്ക് കമ്പനിയാണ്, സിൽക്ക് പോലത്തെ ഡ്രസ്സുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഞങ്ങൾ സന്തോഷപൂർവ്വം താങ്കളെ അറിയിക്കട്ടെ. हाल ही में हमारे यहाँ सिल्क कपड़ों की मांग ज़्यादा है. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇവിടെ ആൾക്കാർ വളരെ അധികം അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ചോദിച്ചു വരുന്ന ഒരു കാര്യമാണ് सिल्क ड्रेस. इसलिए निवेदन है कि आप अपने मिल्स के विविध किस्म के सिल्क कपड़ों की मूल्य सूची भेजने की कृपा करें. അതുകൊണ്ട് താങ്കളോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു, താങ്കളുടെ മില്ലിലെ ഡിഫറെൻറ്റ് ടൈപ്പ് തരത്തിലുള്ള, കിസ്മ എന്ന് പറഞ്ഞാൽ തരം, ഡിഫറെൻറ്റ്, വിവിധ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ്, കിസ്മ എന്ന് പറഞ്ഞാൽ തരം, സിൽക്ക് കപ്പടോക്കി മൂല്യസൂചി. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള സിൽക്ക് ഡ്രസ്സുകളുടെ വില വിവരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അയച്ചു തരണം. मूल्य सूची की प्राप्ति पर क्रयादेश भेजने के संबंध में विचार किया जाएगा. അതായത് മൂല്യസൂചിക്ക്, അതായത് ആ വില വിവരം കിട്ടിയതിന് ശേഷം ക്രയാദേശ് എന്ന ഓർഡർ भेजने സംബന്ധം വിചാർ കിയാ ജായേഗ. അത് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് ഓർഡർ തരാൻ എന്നാണ് ഷോപ്പാർ പറയുന്നത്. भुगतान संबंधी नियम भी जानता है ताकि हमें अधिक सुविधा होगी. അതുപോലെ തന്നെ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഭുക്താൻ എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റാണ്. ആ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയണം. ഇതുകൂടി അറിഞ്ഞാൽ മാത്രമേ വളരെ
സൗകര്യപ്രദമാകുള്ളൂ. സുവിധ, സൗകര്യം. അങ്ങനെ അത് അവസാനിപ്പിക്കുന്നു. റൈറ്റ് സൈഡിൽ ഫെയ്ത്ത്ഫുള്ളി, ഭവതി എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത്ഫുള്ളിയാണ്. കൃതേ എന്ന് പറഞ്ഞാൽ ആരാണോ അത് അയക്കുന്നത്. ഗണപതി ചെട്ടിയാർ ഹാൻഡ്, അഖിലേഷ് കുമാർ വ്യവസ്ഥാപകൻ, അതിൻ്റെ സ്ഥാപകൻ, അതിൻ്റെ മെയിൻ ആൾ, അതാണ് വ്യവസ്ഥാപകൻ, ഷോപ്പ് നടത്തുന്ന ആൾ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെറ്ററും പഠിച്ചു. അപ്പോൾ നമ്മൾ 2 ലെറ്ററിലൂടെ പഠിച്ചിരിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു ഷോപ്പിലേക്ക് ഒരു സാധനം ഓർഡർ ചെയ്യുകയും കൂടെ തന്നെ ആ ഓർഡർ ചെയ്യുന്ന സാധനത്തിൻ്റെ വില വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടും നമ്മൾ റിക്വസ്റ്റ് ലെറ്റർ അയക്കുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചത്. വലിയ വലിയ കമ്പനികൾ നമ്മളിപ്പോൾ സാധനങ്ങൾ ഷോപ്പിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ലെറ്റർ അയക്കേണ്ടതായിട്ട് വരും. അതിൻ്റെ വില വിവരങ്ങളും അവരെത്രയാണ് ഡിസ്കൗണ്ട് തരാമെന്നും നമ്മൾ മൊത്തമായിട്ടാണല്ലോ എടുക്കുക. അപ്പോൾ ആ ഒരു വിവരങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചത്, എങ്ങനെയാണ് ആ ലെറ്റർ. അടുത്തത് പേജ് നമ്പർ 36. ഇനി നമ്മൾ പൂച്ച്താച്ച് ക ജവാബ് പത്രമാണ് പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ എൻക്വയറി ചെയ്തിട്ട് അതിൻ്റെ മറുപടി എങ്ങനെയാണെന്നുള്ള, അതായത് നമ്മളിപ്പോൾ നേരത്തെ പഠിച്ചു നമ്മൾ ഓരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ മറുപടി എങ്ങനെയായിരിക്കും എന്നാണ് നമുക്ക് നോക്കാം. ഇവിടെ അഡ്രസ്സ് റൈറ്റ് സൈഡിലുണ്ട്, അത് ഫ്രം അഡ്രസ്സാണ്. കല്യാൺ സിൽക്ക് മിൽസ് കമ്പനി, താർ കാ പത്ത എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസിൻ്റെ അഡ്രസ്, KSM നൈലാപ്പൂർ, അവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 16 ജനുവരി 2013. ലെഫ്റ്റ് സൈഡിൽ പത്രസംഖ്യ, അതായത് അതിൻ്റെ മുന്നേ വന്ന ലെറ്ററിൻ്റെ നമ്പറാണ്. ടു അഡ്രസ് സേവാമേ വ്യവസ്ഥാപക്, അഡ്മിനിസ്ട്രേറ്ററാണ്. വ്യവസ്ഥാപക് എന്ന് പറഞ്ഞാൽ ഗണപതി ചെട്ടിയാർ ആൻഡ് സൺസ്. നേരത്തെ ഇത് ഫ്രം അഡ്രസ് ആയിരുന്നു. അപ്പോൾ അവർക്കുള്ള മറുപടിയാണിത്. ബാസാർ റോഡ് തിരൂർ, പ്രിയ മഹോദയ്, രസ ആപ്കെ ജനുവരി 9 को भेजा गया പത്ര ഹമേ മില, താങ്കൾ അയച്ച ലെറ്റർ ഞങ്ങൾക്ക് കിട്ടി, ഇന്ന ഡേറ്റിന് ഞങ്ങൾക്ക് കിട്ടി, ജനുവരി 9 ഞങ്ങൾക്ക് കിട്ടി. പത്രസംഖ്യ അന്ന് നിങ്ങൾ അയച്ച ആ ലെറ്ററിൻ്റെ നമ്പർ 14513 ആണ്. ഉസ് സിൽസിലേമേ, അതുമായി ബന്ധപ്പെട്ട് നിമ്നലിഖിത് ബാത്തെ സൂചിത കർണേ മേ ഹമേ ബഡാ ഹർഷ് ഹോ രഹാ ഹേ. അപ്പോൾ താഴെ നിങ്ങൾ ചോദിച്ചത് പ്രകാരമുള്ള അതിൻ്റെ മറുപടി താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. അത് അറിയിക്കുന്നത് സന്തോഷത്തോടു കൂടി നിങ്ങൾ അറിയിക്കുന്നു. രേഷ്മി കപ്പട, അതായത് അവർ ചോദിച്ച ഡ്രസ്സിൻ്റെ ഒക്കെ വില വിവരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രേഷ്മി കപ്പടയ്ക്ക് 100 മീറ്റർ കെ ലിയെ 3550 രൂപയാണ്. അതുപോലെ രേഷ്മി സാഡിയ 2000 रुपये से लेकर 50,000 रुपये तक विभिन्न किस्म है. രേഷ്മി സാഡി എന്ന് പറഞ്ഞാൽ 2000 രൂപ മുതൽ 50,000 രൂപയുള്ള വിവിധ തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാഡികൾ ഉണ്ട്. സ്ഥാനീയ സ്റ്റേറ്റ് बैंक ऑफ इंडिया द्वारा ही माल भेजा जा सकता है. माल उधार में देने का प्रबंध नहीं है. അതായത് അവർ പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴിയാണ് ഞങ്ങൾ സാധനങ്ങൾ അയക്കുന്നത്, അതായത് അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ സാധനങ്ങൾ ഉധാർമേ കടമായിട്ട് തരുന്ന ആ സൗകര്യം ഇവിടെ ഇല്ല. ആശാ ഹെ ആപ് ഹമേ അപ്ന ബഹുമൂല്യ ക്രയാദേശ് ഭേജ്കർ കൃതാർത്ഥ് കरेंगे. ഞങ്ങൾ വിശ്വസിക്കുന്നു ആപ് ഹമേ, താങ്കളുടെ ബഹുമൂല്യ, താങ്കൾ തരാൻ പോകുന്ന ഓർഡറാണ്, ഭേജ്കർ ഞങ്ങളെ സന്തോഷിപ്പിക്കും, ഞങ്ങളെ കൃതാർത്ഥരാക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവസാനിപ്പിക്കുന്നു. റൈറ്റ് സൈഡിൽ ഫെയ്ത്ത്ഫുള്ളി കൊടുത്തിട്ട്, ഫെയ്ത്ത്ഫുള്ളിൻ്റെ ഹിന്ദി ഭവതി എന്നാണ്. കൃതേ, ഞാൻ ഇവിടെ കൃതേൻ്റെ മീനിങ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കി ഓർ സേ, കെ ലിയെ, കെ വാസ്തെ, അതായത് ഇവർക്ക് വേണ്ടി എന്നുള്ള അർത്ഥമാണ്, ഇവർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് കൃതേ. കല്യാൺ സിൽക്ക് കമ്പനി
ജാനകി റാം വ്യവസ്ഥാപക്. വ്യവസ്ഥാപക് മീൻസ് നമ്മൾ നേരത്തെ പഠിച്ചു അഡ്മിനിസ്ട്രേറ്റർ. അപ്പോൾ ഈ ലെറ്ററും മറുപടി ലെറ്ററും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ലെറ്ററും പഠിച്ചു അല്ലേ. എന്തൊക്കെയാണ് സാധനത്തിൻ്റെ വില, എങ്ങനെയാണ് നിങ്ങൾ തരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു. അതിൻ്റെ അവർ കൊടുത്ത മറുപടിയും എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോർമാറ്റ് ഒരുപോലെയാണ്, കണ്ടൻറ്റ് മാത്രമേ മാറുന്നുള്ളൂ കേട്ടോ. ഫ്രമും ടു ഒക്കെ ഏത് പൊസിഷനിൽ വേണമെന്ന് നമ്മൾ പഠിച്ചു. ലെഫ്റ്റ് സൈഡാണോ റൈറ്റ് സൈഡാണോ ഫ്രം എന്ന് നമ്മൾ പഠിച്ചു. അതിൻ്റെ അവസാനിപ്പിക്കുന്നത് നമ്മൾ എങ്ങനെയാണെന്ന് പഠിച്ചു അല്ലേ. ഇനി അടുത്ത ലെഫ്റ്റിലേക്ക് നമുക്ക് കടക്കാം. ക്രിയാദേശ് പത്ര 38, പേജ് നമ്പർ 38. ഓർഡർ ലെറ്റർ. ക്രിയാദേശ് നമ്മൾ നേരത്തെ പഠിച്ചു, ഓർഡർ എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ എങ്ങനെ ഇനി മറ്റ് സാധനങ്ങളെ എങ്ങനെ ഓർഡർ ചെയ്യും, സാധനങ്ങൾ എങ്ങനെ ഓർഡർ ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചത് ഇപ്പോൾ സാരി നമ്മളിപ്പോൾ ഒരു ഷോപ്പിലേക്ക് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ മില്ലിലേക്കാണ് നമ്മൾ അയക്കുക, അവിടുത്തെ മാനേജർക്കാണ് അയക്കുക അല്ലേ, അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർക്കൊക്കെയാണ് നമ്മൾ അയക്കുക. അതിൻ്റെ വിവരങ്ങൾ എങ്ങനെ അയക്കുക നമ്മൾ ചോദിച്ചു. ഇനി ഇവിടെ നമുക്ക് പുസ്തക ഭേജനയ്ക്ക് ലിയേ ആദേശ് പത്രമാണ്. എങ്ങനെയാണ് ഓർഡർ ലെറ്റർ എഴുതുക എന്ന് നമുക്ക് നോക്കാം. ഓർഡർ കൊടുത്തിട്ടുകൊണ്ടുള്ള, നേരത്തെ നമ്മൾ പഠിച്ചത് എന്താണ് വില എന്നും അത് എങ്ങനെയാണ് നിങ്ങൾ അയച്ചു തരാമെന്നും അതിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെയാണെന്ന്, വിലേൻ്റെ ഡിസ്കൗണ്ട് എന്താണെന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. പിന്നെ അവരെ മറുപടി പഠിച്ചു. ഇനി ഓർഡർ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. പുസ്തക ഭേജനയ്ക്ക് ലിയേ ആദേശ് പത്രം, പുസ്തകം അയച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഡർ ലെറ്ററാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഈ മോഡൽ ഫോർമാറ്റിന് വ്യത്യാസമുണ്ട് ഓർഡർ ലെറ്ററിന്. നേരത്തെ നമ്മൾ പഠിച്ചത് ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ ഫ്രം അഡ്രസ്സ് ആയിരുന്നു, ഇവിടെ ഡേറ്റ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ മോഡേൺ ബുക്ക് സ്റ്റാൾ, മാവ് റോഡ്, കോഴിക്കോട്, പത്രസംഖ്യ 1815. അതായത് അത് ഫ്രം അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ്. അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ടു അഡ്രസ്സും. സേവാമേ സർവശ്രീ അമൻ പുസ്തക് പ്രകാശൻ കാൺപൂർ എന്നാണ് ടു അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പഠിച്ച ലെറ്റേഴ്സിലൊക്കെ റൈറ്റ് സൈഡിലായിരുന്നു എന്ത് കൊടുത്തത്, ഫ്രം അഡ്രസ്സ് കൊടുത്തിരുന്നത്. ഇപ്പോൾ ഇവിടെ ഓർഡർ ലെറ്റർ ആയിട്ട് മാറിയപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് ഫ്രമും ടൂവും കൊടുത്തിരിക്കുന്നത്. പക്ഷേ പ്രത്യേകിച്ച് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നില്ല. ഫ്രം എന്ന് ഇവിടെ പ്രേക്ഷകർ ഇവിടെ കൊടുത്തിട്ടില്ല, അതായത് ഫ്രം എന്ന് ഇവിടെ കൊടുത്തിട്ടില്ല, ഇവിടെ സേവാമെന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. പ്രിയ മഹോദയ്, प्रिय सर, हमें इस अकादमिक वर्ष से लेकर हिंदी पुस्तकों की मांग ज़्यादा हो रही है. आपसे निवेदन है कि आप हमें निम्नलिखित पुस्तकें VPP द्वारा भेजने की कृपा करें. അതായത് ഞങ്ങൾക്ക് ഈ അക്കാഡമിക് ഇയർ മുതൽ ഹിന്ദി പുസ്തകങ്ങളുടെ ആവശ്യം ഒരുപാട് ആകുന്നുണ്ട്. ഹിന്ദി പുസ്തകങ്ങൾ ഒരുപാട് പേര് ചോദിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് ആപ്സെ നിവേദനയ്ക്ക്, അതുകൊണ്ട് താങ്കളോട് റിക്വസ്റ്റ് ഉണ്ട്. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന പുസ്തകങ്ങൾ VPP വഴി ഞങ്ങൾക്ക് അയച്ചു തരാൻ കൃപ കാണിക്കണം എന്നാണ് പറയുന്നത്. കൃപ കറേ. അപ്പോൾ ഏതൊക്കെയാണ് പുസ്തകങ്ങൾ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. രാമചരിതമാനസ്, തുളസിദാസിൻ്റെ രാമചരിതമാനസ് എത്രണ്ണം വേണം, 30 പ്രതിയാം, 30 കോപ്പികൾ വേണം. പ്രതി കോപ്പി എന്നാണ് മീനിങ്. ഭാഷാവിജ്ഞാൻ, ഭോലാനാഥ് തിവാരിയുടെ എഴുതിയ അദ്ദേഹത്തിൻ്റെ പുസ്തകമായ ഭാഷാവിജ്ഞാൻ ഞങ്ങൾക്ക് 35 കോപ്പി വേണം. അതുപോലെ നിർമ്മല, പ്രേംചന്ദ് എഴുതിയ നിർമ്മല എന്ന് പറയുന്ന പുസ്തകം ഞങ്ങൾക്ക് 35 പ്രതിയം തന്നെ വേണം. അതുപോലെ ചന്ദ്രഗുപ്ത് നാടകമാണ് ജയശങ്കർ പ്രസാദിൻ്റെ, അദ്ദേഹത്തിൻ്റെ 30 കോപ്പി പുസ്തകങ്ങൾ ഞങ്ങൾക്ക് വേണം. പുസ്തകം കി പാക്കിംഗ് അച്ഛേ ടങ് സെ കരാവേ. അപ്പോൾ നിങ്ങൾ ഈ പുസ്തകങ്ങൾ അയച്ചു തരുമ്പോൾ അതിൻ്റെ ഒക്കെ പാക്കിങ് വളരെ നല്ല രീതിയിൽ ചെയ്യണം. ആശാ ഹൈ കി ആപ് 20% ഡിസ്കൗണ്ട് ദേ ദേങ്കി. ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ വിചാരിക്കുന്നു താങ്കൾ ഇതിന് 20% ഡിസ്കൗണ്ട് ഞങ്ങൾക്ക് തരുമെന്ന്. ഇതിൻ്റെയൊക്കെ വിലേൻ്റെ പുസ്തക് ഓർ ബിൽ പ്രാപ്ത് ഹോത്തെ ഹി ഭുക്താൻ ഹോ ജായേഗ. ഞങ്ങൾ പുസ്തകം കിട്ടിയാൽ തന്നെ ഓൺ ദ സ്പോട്ടിൽ ഞങ്ങൾ എന്ത് ചെയ്യും, അതിൻ്റെ പേയ്മെൻറ്റ് നടത്തും. ആശാ ഹേ ആപ് ഹമാരെ ക്രിയാദേശ് കി പൂർത്തി ശീഘ്ര ഹി കരേങ്കെ. ഞങ്ങൾ വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഓർഡർ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് തരുമെന്ന്. റൈറ്റ് സൈഡിൽ താഴത്തായിട്ട് ഭവതി എന്ന് കൊടുത്തിട്ടുണ്ട്.
അതുപോലെ തന്നെ ആരാണോ ഇത് ഈ ലെറ്റർ അയച്ചത് അവരാണ് മോഡേൺ ബുക്ക് സ്റ്റാൾ. ആ ബുക്ക് സ്റ്റാളിൽ നിന്നാണ് ഈ ലെറ്റർ പോയിട്ടിരിക്കുന്നത്. ഗംഗാധർ റാവ് ആണ് ഇത് ലെറ്റർ കൊടുത്തത്. അപ്പം നമ്മൾ കരയാദേശ് പത്രവും പഠിച്ചു, വില വിവരം ചോദിക്കുന്ന ലെറ്റർ പഠിച്ചു, അവർ കൊടുത്ത മറുപടി പഠിച്ചു, നമ്മൾ ഓർഡർ കൊടുക്കുന്ന ലെറ്റർ എങ്ങനെയാണെന്നും നമ്മൾ പഠിച്ചു. ഓക്കെ, താങ്ക് യു.